ഏതാ ഈ ഊള? എന്ത് വൃത്തികെട്ട ന്യായീകരണമാണ് ഇതൊക്കെ? ഇത്ര നാറിയ ഒരു ഭരണം എന്നൊക്കെ പറയുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് കാര്യം മനസ്സിലാകാഞ്ഞിട്ടാ. ഇത് കറക്റ്റാണ്. എന്താ ഈ ന്യായീകരണത്തിന് കുഴപ്പം? 5 രൂപ കിട്ടാനില്ല. ഇത് അമേരിക്കയിൽ നിന്ന് അടിച്ചു വന്നിട്ട് വേണ്ട. ഇപ്പത്തെ യുദ്ധകാലാടിസ്ഥാനത്തിൽ അവിടുന്ന് കണ്ടെയ്നർ ഒന്നും വരുന്നില്ലല്ലോ. ചില ആളുകൾക്ക് അത് മനസ്സിലാവില്ല, പ്രത്യേകിച്ച് പ്രായമായ ആളുകൾക്ക്. 10 ആണെങ്കിൽ കറക്റ്റാണ്, ഇവിടെ കിട്ടാണ്ടല്ലോ. അത് നമ്മൾ തന്നെ അടിക്കുന്നതല്ലേ. അപ്പോ ന്യായീകരണം കറക്റ്റാ. നമ്മളെ ആവശ്യം എന്താ? നോട്ട് ദ പോയിന്റ്. ആവശ്യം എന്താ? OP ടിക്കറ്റ് കിട്ടുക. 5 രൂപ കിട്ടാനില്ല. അപ്പൊ 10 കൊടുത്ത് OP ടിക്കറ്റ് വാങ്ങുക. ഈ ബെൻസിന്നും BMW വന്ന് ഇറങ്ങിയിട്ടാണല്ലോ ഇപ്പൊ ഈ OP ടിക്കറ്റിന് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും 10ന് ഒരു ക്ഷാമം കാണൂല, 5ആണല്ലോ പ്രശ്നം. അപ്പൊ നിങ്ങളത് മനസ്സിലാക്കണം. അല്ലാതെ വെറുതെ ഇങ്ങനെ എന്ത് കണ്ടാലും ഞങ്ങൾ ഈ ഇടതുപക്ഷ സർക്കാരിന്റെ നെഞ്ഞത്തോട്ട് നിങ്ങൾ കയറരുത്. ഓക്കെ? ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടി വിശദീകരിക്കാം. നമ്മൾ ആവശ്യം OP ടിക്കറ്റ് കിട്ടലാണ്. ഒരു ദിവസം ഞാൻ സൈറ്റ് പോയപ്പോഴേ അവിടെ ഒരു 2-3 ടൈൽ ഒട്ടിക്കാൻ ബാക്കിയുണ്ട്. രാത്രി 12 മണി കഴിഞ്ഞു പോകണം. ആഡ്വൈസൊക്കെ അടച്ചു പോകണം. കുറച്ച് വൈറ്റ് സിമെന്റ് വേണം. ആവശ്യം എന്താ? ആ ടൈലങ്ങ് ഒട്ടിക്കണം, പോരണം. അപ്പൊ ചോദിക്കും, പിറ്റേന്ന് രാവിലെ കട തുറന്നിട്ടൊക്കെ വൈറ്റ് സിമെന്റ് വാങ്ങി ഒട്ടിച്ചാ പോരെ? എന്തിന്? മൈദപ്പൊടി കിട്ടാനുണ്ട്. സൂപ്പർ മാർക്കറ്റ് അവിടെ തുറന്നു വെച്ചിരുന്നു. ഞാൻ പോയി കുറച്ച് മൈദപ്പൊടി വാങ്ങി കലക്കി ഒട്ടിച്ചു. ആവശ്യം നടന്നോ? അതാണ് ചോദ്യം. ചിലര് പറയും ഇത് ഒരുമാതിരി വൈഫ് പ്രഗ്നന്റ് ആയി കിടന്നപ്പോ വൈഫിന്റെ ഏട്ടത്തിനും കൂടി ലോഡ്ജിന്ന് പൊക്കിയപ്പോ അവൻ പറഞ്ഞ ന്യായീകരണം വൈഫ് പ്രഗ്നന്റ് ആയിരുന്നു, അതുകൊണ്ട് ഏട്ടത്തിനും കൊണ്ട് ലോഡ്ജിൽ റൂം എടുത്തു എന്നൊക്കെ പറയുന്ന പോലത്തെ ഊള ന്യായീകരണമാണെന്നൊക്കെ ചിലവര് പറയും. അല്ല, കറക്റ്റാണ്. ഇതാണ് ഇതിന്റെ കറക്റ്റ് ന്യായീകരണം. ഈ ന്യായീകരണത്തിന് എന്താ പ്രശ്നം? സംഗതി നിങ്ങൾക്ക് മനസ്സിലാകാഞ്ഞിട്ടാണ്. നല്ല ഭരണം. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുക.